അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ഭാഗം 10. ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹാ. അൽ മുദർരിസ് നജ്ം അബ്ദുൽ വാഹിദ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6 പുതിയ പദങ്ങളാണ്. 6 പുതിയ പദങ്ങൾ. 1 ഹാറുൻ, 2 ബാരിദുൻ, 3 സഖീലുൻ, 4 ഖഫീഫുൻ, 5 ഖമറുൻ, 6 ജമീലുൻ. നമുക്കിവയെ ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. രാവിലെ നമുക്കെന്ത് വേണം? 1 കപ്പ് തണുത്ത വെള്ളം വേണം. നോക്കുക, കപ്പിലെന്താ ഉള്ളത്? അൽമാഉ ബാരിദുൻ. അൽമാഉ ബാരിദുൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതൊരു കംപ്ലീറ്റ് സെൻറ്റൻസാണ്. അൽമാഉ ബാരിദുൻ, വെള്ളം തണുത്തതാണ്. ദ വാട്ടർ ഈസ് കോൾഡ്. ദ വാട്ടർ ഈസ് കോൾഡ്, വെള്ളം തണുത്തതാണ്. അപ്പോൾ വെള്ളത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ബിഗിനിങ് പാർട്ട്, സെൻറ്റൻസിൻ്റെ പ്രാരംഭ ഭാഗം. അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ തരുന്നതാണ് ബാരിദുൻ എന്ന സെക്കൻഡ് പാർട്ട്, കൺക്ലൂഷൻ പാർട്ട് എന്ന് പറയാം. അപ്പോൾ ഒരു പൂർണ്ണ വാക്യമായി അൽമാഉ ബാരിദുൻ, വെള്ളം തണുത്തതാണ്. അടുത്ത കപ്പിൽ എന്താ ഉള്ളത്? നേരം വെളുത്ത നമുക്ക് 1 കപ്പ് തണുത്ത വെള്ളം വേണം. അത് കഴിഞ്ഞാൽ ചൂട് പാല് കുടിക്കും. അല്ലബനു ഹാറുൻ. അല്ലബനു ഹാറുൻ. ദ മിൽക്ക് ഈസ് ഹോട്ട്. ദ മിൽക്ക് ഈസ് ഹോട്ട്. പാല് ചൂടുള്ളതാണ്. പാലിന് നമുക്ക് ഹലീബ് എന്ന് പറയാമെന്ന് പറഞ്ഞല്ലോ. ഹലീബിനാണ് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ സാഹിത്യ ഭാഷയിൽ ലബനുൻ എന്നും പാലിന് ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രാക്ടിക്കൽ യൂസേജിൽ, പ്രായോഗിക ഉപയോഗത്തിൽ ലബനുൻ മോരാണ്. ലബനുൻ മോരാണ്. പക്ഷേ സാഹിത്യ ഭാഷയിൽ ലബനുൻ പാല് എന്നുപയോഗിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടെക്സ്റ്റിൽ അതാണുള്ളത്. അല്ലബനു ഹാറുൻ, പാൽ ചൂടുള്ളതാണ്. അത് നമുക്ക് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അൽ ഹലീബു ഹാറുൻ. അൽ ഹലീബു ഹാറുൻ. അൽ ഹലീബു ഹാറുൻ. ദ മിൽക്ക് ഈസ് ഹോട്ട്. പാല് ചൂടുള്ളതാണ്. അടുത്തത്, രാത്രി നമുക്ക് പൂർണ്ണചന്ദ്രനെ കാണാം. ഇവിടെ ചന്ദ്രൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൽ ഖമറു ജമീലുൻ. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അത് നിരുപാധികമായിട്ട് പറയുകയാണ്. അത് പൂർണ്ണചന്ദ്രനാണോ ബാലചന്ദ്രനാണോ എന്നൊന്നും നോക്കാതെ അൽ ഖമറു ചന്ദ്രൻ. അൽ ഖമറു ജമീലുൻ. ദ മൂൺ ഈസ് ബ്യൂട്ടിഫുൾ. ദ മൂൺ ഈസ് ബ്യൂട്ടിഫുൾ. ചന്ദ്രൻ ഭംഗിയുള്ളതാണ്. അടുത്ത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകണ്ടേ? നമസ്കരിക്കാൻ പോകണമല്ലോ. അൽ ബൈത്തു ഖരീബുൻ. അപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ നോക്കുകയാണ്. അൽ ബൈത്തു ഖരീബുൻ, വീട് അടുത്താണ്. ഖരീബുൻ, സമീപത്ത്. ഖരീബുൻ, സമീപത്ത്, നിയർ. അൽ ബൈത്തു ഖരീബുൻ, ദ ഹൗസ് ഈസ് നിയർ. വൽ മസ്ജിദു ബഈദുൻ. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് 2 പാർട്ടുള്ള അല്ലെങ്കിൽ 2 ഫ്രൈസുള്ള ഒരു സെൻറ്റൻസ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അൽ ബൈത്തു ഖരീബുൻ എന്നത് പൂർണ്ണവാക്യമാണെങ്കിലും അതോടൊപ്പം വ ആൻഡ് ഉപയോഗിച്ചുകൊണ്ട്, എന്ന അർത്ഥത്തിൽ വ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സെൻറ്റൻസ് കൂടി ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി സെൻറ്റൻസ് 2 ഫ്രൈസുള്ള അല്ലെങ്കിൽ 2 ഭാഗമുള്ള ഒരു പൂർണ്ണവാക്യമായി മാറുകയാണ്. അൽ ബൈത്തു ഖരീബുൻ വൽ മസ്ജിദു ബഈദുൻ ആൻഡ് ദ മസ്ജിദ് ഈസ് ഫാർ. മസ്ജിദ് ദൂരത്തും ആണ്. വീട് അടുത്തതും മസ്ജിദ് അകലെയുമാണ്. വീട് അടുത്തും മസ്ജിദ് അകലെയുമാണ്. അൽ ബൈത്തു ഖരീബുൻ വൽ മസ്ജിദു ബഈദുൻ. അൽ ബൈത്തു ഖരീബുൻ വൽ മസ്ജിദു ബഈദുൻ. നമ്മൾ പണിക്ക് പോകുന്നു. പലരും വ്യത്യസ്തമായ പണിക്കാണ് പോകുന്നത്.
ചിലർ പേപ്പർ വർക്കാണ് ചെയ്യുന്നത്, മറ്റു ചിലർ നല്ല കായിക അധ്വാനമാണ് ചെയ്യുന്നത്. അൽ ഹജറു സഖീലുൻ, മുതുകിലിരിക്കുന്ന പാറ നോക്കൂ. അൽ ഹജറു സഖീലുൻ, പാറ അല്ലെങ്കിൽ കല്ല്. ഹജറുൻ കല്ല് അല്ലെങ്കിൽ പാറ. അൽ ഹജറു സഖീലുൻ, സഖീലുൻ ഹെവി, വെയ്റ്റുള്ളതാണ്, ഭാരമുള്ളതാണ്. അൽ ഹജറു സഖീലുൻ. വൽ വറഖു ഖഫീഫുൻ. വറഖ് എന്ന് പറഞ്ഞപ്പോൾ പേപ്പർ, ഇവിടെ എണ്ണമല്ല പ്രശ്നം, ഒരു പേപ്പർ എന്ന അർത്ഥത്തിലല്ല, പേപ്പർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൽ വറഖു ഖഫീഫുൻ, പേപ്പർ ലഘുവായതുമാണ്. ഖഫീഫുൻ ലഘുവായത്, സഖീലുൻ ഭാരമുള്ളത്, ഖഫീഫുൻ ലഘുവായത്. അപ്പോൾ ഈ പദങ്ങളെ വിപരീത പദങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ആദ്യം പറഞ്ഞത് അൽമാഉ ബാരിദുൻ, വെള്ളം തണുത്തതാണ്. അല്ലബിന് ഹാറുൻ, പാല് ചൂടുള്ളതാണ്. അപ്പോൾ ബാരിദിൻ്റെ ഓപ്പോസിറ്റ് ഹാറുൻ. അതേപോലെ ഇവിടെ ഹജറു സഖീലുൻ, പാറ അല്ലെങ്കിൽ കല്ല് ഭാരമുള്ളതാണ്. അൽവറഖു ഖഫീഫുൻ, പേപ്പർ ലഘുവായതാണ്. അപ്പോൾ സഖീലിൻ്റെ ഓപ്പോസിറ്റാണ് ഖഫീഫുൻ. സഖീലുൻ ഖഫീഫുൻ. നമുക്കിത് നിങ്ങൾ എഴുതി നോക്കണം. ഞാനിത് പറയുന്നത് നിങ്ങൾ എഴുതി നോക്കണം. മസ്ജിദുൻ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം എഴുതുക. എഴുതിയതിന് ശേഷം ഡിസ്പ്ലേ കറക്റ്റാണെന്ന് നോക്കുക. മസ്ജിദുൻ. അടുത്തത് അൽ മസ്ജിദു, അൽ മസ്ജിദു. അൽ മാഉ, അൽ മാഉ. മാഉൻ. അപ്പോൾ അൽ വന്നപ്പോൾ ഒരു ലമ്മേ ഉള്ളൂ, അല്ലില്ലെങ്കിൽ രണ്ട് ലമ്മ വേണം, സ്വതന്ത്രമായിട്ടൊരു നാമം കിട്ടിയാൽ. മാഉൻ. അൽ ബൈത്തു, അൽ ബൈത്തു. ബാബുൻ. ഖലമുൻ, ഖലമുൻ. അൽ ഖലമു. അൽ കിതാബു. കൽബുൻ. ഖമീസുൻ. വലദുൻ. അൽ ഹജറു. അൽ വലദു. അൽ ഹിമാറു. ഹിമാറുൻ. അൽ ഹിമാറു. അൽ ഹിസാനു. ഹിസാനുൻ. ഇപ്പോൾ ഈ രീതിയിലും വായിച്ച് പഠിക്കുക. ഇത് ഡിസ്പ്ലേ ഒഴിവാക്കിയിട്ട് എഴുതി പഠിക്കുക. പറയുന്ന സന്ദർഭത്തിൽ ഡിസ്പ്ലേ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. എഴുതി കഴിഞ്ഞ ശേഷം വീണ്ടും റീവൈൻഡ് ചെയ്ത് അത് കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പം നമ്മൾ പഠിച്ച 6 പദങ്ങൾ ഒന്നുകൂടെ നോക്കുക. ഹാറുൻ ചൂടുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റ് ബാരിദുൻ. സഖീലുൻ ഹെവി ഭാരമുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഖഫീഫുൻ ലഘുവായത് അല്ലെങ്കിൽ ഭാരം കുറഞ്ഞത്. ഖമറുൻ ചന്ദ്രൻ, ജമീലുൻ ഭംഗിയുള്ളത്. ഇത്രയും പദങ്ങൾ നിങ്ങളിനി ടെക്സ്റ്റ് മാത്രം വായിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കുക. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു.